വീണ്ടും ഒരിക്കലൂടെ സഭയായി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന വേദഭാഗം വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ പെട്ടെന്നൊന്ന് പറയാം, അത് ഓടിച്ചു പറയാം. ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക്. ഒന്നാമത് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം എന്നല്ല, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ് പറഞ്ഞത്. കാരണം നമ്മളുടെ ഐഡൻറ്റിറ്റി അതാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ഉപ്പ്, ഭൂമിയുടെ ഉപ്പ് എന്ന നിലയിൽ, അതായത് ഭൂമി അല്ലെങ്കിൽ ലോകവുമായി ബന്ധപ്പെടുത്തി ഉള്ള നമ്മുടെ ഐഡൻറ്റിറ്റി. ദൈവവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. എന്നാൽ ലോകവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ലോകത്തിന് ആരായിരിക്കണം, അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ എന്തായിരിക്കണം എന്നതിന് കൃത്യമായിട്ട് കർത്താവ് പറയുകയാണ്, ഐ വാണ്ട് യു ടു ബി ദ സോൾട്ട് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉപ്പ് ആകണം. ഞാൻ പറഞ്ഞു, ഉപ്പ് വളരെ വിലയേറിയതാണ്. എന്നാൽ കർത്താവ് ഇവിടെ ഇത് പറയുമ്പോൾ, ഒന്ന്, നമ്മുടെ ഐഡൻറ്റിറ്റി അതാണ്. ആത്മീയമായി ഈ ആത്മീയ തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ അതും ഇതൊന്നും ആകാൻ പറ്റില്ല. ഭൂമിക്ക് ഞാൻ, അല്ലെങ്കിൽ ലോകത്തിന്, ഭൂമിക്കെന്ന് പറയുമ്പോഴത്തേക്ക് വസ്തുവിന് എന്നുള്ള അർത്ഥത്തിലല്ല, ലോകത്തിന്, ലോക മനുഷ്യർക്ക് ഐ നീഡ് ടു ബി എ സോൾട്ട്. അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പറഞ്ഞു, ബാക്കിയും അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സോൾട്ട് ആകുമ്പോൾ അത് അവരെ ഒത്തിരി, അതാണ് നമ്മളെ മിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായും. അത് വേറെ സബ്ജക്റ്റാണ്, അതും നമുക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ എടുക്കാം. നിങ്ങൾ ഭൂമിയുടെ, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് അവിടെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെളിച്ചം എന്നുള്ള ഭാഗത്തെക്കുറിച്ച് പഠിച്ചില്ല, അത് നമുക്ക് എപ്പോഴെങ്കിലും പഠിക്കാം. ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന വിഷയത്തിൽ, ഒന്ന്, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ വെളിച്ചമാണ്, അതേപോലെ തന്നെ നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്. ആ ഉപ്പാകണമെന്നല്ല, ഉപ്പാണ്. അതുപോലെ നമ്മുടെ മിഷൻ, നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഉപ്പ്, ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഉപ്പാവുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഈ ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? ഉപ്പിനല്ല ഉപ്പായിരിക്കുന്നത്. ഉപ്പായിരിക്കുന്നത് മറ്റുള്ളവർക്കാണ് ഉപ്പാകുന്നത്. മറ്റുള്ളവർക്കാണ് ഉപ്പാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഉപ്പിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒന്ന്, അതിൻ്റെ വേദപുസ്തക കാലയളവിൽ അത് ഉപയോഗിച്ചിരുന്ന ഒരു ഇന്നത്തെ പോലെ ഞാൻ പറഞ്ഞല്ലോ ഫ്രീസറും ഐസും ഒന്നും ഇല്ലാതിരുന്നതായ ഒരു കാലയളവിൽ ഉപ്പ് ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുന്ന, ചീയാൻ സാധ്യതയുള്ളതിനെ, അതിൻ്റെ ചീയൽ മാറ്റി അതിനെ നന്മയിൽ നിലനിർത്തുന്ന. ഇപ്പം നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചാലും, പണ്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന കാലയളവിൽ, അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഓർമ്മയുള്ളവർക്കറിയാം, നമ്മുടെ അമ്മച്ചിമാരും ഒക്കെ ശരിക്കും ഈ മീനൊക്കെ ഉപ്പുകല്ലിനകത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുമായിരുന്നു. കാര്യം അത് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഇതാണ് നമുക്ക്. അതായത് ഈ ലോകം ചീഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ അതിൻ്റെ ചീയൽ മാറ്റത്തക്ക നിലയിൽ പ്രിസർവേറ്റീവ് ക്വാളിറ്റി നമുക്ക് വളരെ അത്യാവശ്യമുണ്ട്. അതാണ് നമുക്ക് ഒന്നാമത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾ ഈ ലോകത്തെ, ഈ ഭൂമിയെ നന്മയ്ക്കായിട്ട് പ്രിസർവ് ചെയ്യണം. അതിൽ നിന്ന് നന്മ ചോർന്നു പോകാതെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നന്മ നമ്മളിൽ നിന്ന് ചോർന്നു പോകരുത്. മറ്റുള്ളവരുടെ കാര്യത്തിലും നമുക്കത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്.
നമ്മൾ ലോകത്തിൻ്റെ മേൽ നമുക്ക് അതിനെ പ്രിസർവ് ചെയ്യുന്ന, അതിൻ്റെ മേൽ നമുക്കൊരു അധികാരമുണ്ടായിരിക്കണം, ഒരു ആത്മീക സ്വാധീനമുണ്ടാകണം. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. ഒരു ആത്മീയ സ്വാധീനമുണ്ടാകണം. ആ സ്വാധീനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന ഒരു ഓട പോലെ നമ്മളാകുവാനായിട്ട് പാടില്ല. നാം സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആടരുത്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ നമ്മൾ മനസ്സിലാക്കുന്നതായ മറ്റൊരു കാര്യം, ഈ ഉപ്പ് അത് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതായത് നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മൾ ലോകക്കാരല്ല, ലോകത്തോട് ചേരാൻ പാടില്ല. പക്ഷേ ലോകത്തിൽ നിന്ന് വേറിട്ട് ഒരു സെക്ലൂസീവായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മറ്റ് റിലീജിയനിലൊക്കെ അങ്ങനെയാണ്. അതായത് അവർ ആത്മീയം കൂടുമ്പോഴത്തേക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ഇല്ലാതെ ആ ബന്ധം വിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങും. ഇപ്പം പൗരസ്ത്യ മതങ്ങളിലൊക്കെ ആദ്യം സ്വാഭാവികമായ മാനുഷികമായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ ചിലപ്പം കളർ വസ്ത്രമൊക്കെ മാറ്റി വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ കാവ്യ വസ്ത്രമോ മറ്റോ ധരിക്കുന്നു. അത് മാത്രമേ അവർ ധരിക്കത്തുള്ളൂ. അവർ പിന്നെ ലൗകികമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ കുറച്ച് നാൾ ജീവിക്കുന്നു. പിന്നെ കുടുംബവുമായിട്ടും അവർക്കുള്ള ബന്ധമൊക്കെ അവരെ വിച്ഛേദിച്ച് ഏറ്റവും ഒടുവിൽ അവർ സമൂഹവുമായിട്ടുള്ള ബന്ധം കളഞ്ഞിട്ട് കാട്ടിപ്പോയി തപസ് ചെയ്യുന്നു. അപ്പോൾ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്നതായ ഒരു ആത്മീയതയാണ് പൗരസ്ത്യ ആത്മീയത. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയത അങ്ങനെയല്ല. നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ ദൈവം സെക്ലൂഡഡായിട്ട് ജീവിക്കാൻ എടുത്തങ്ങ് മാറ്റുകയല്ല ചെയ്തത്. നമ്മളെ ഭൂമിയിൽ തന്നെ ആക്കി. ഈ ഭൂമിയിലുള്ളവരുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. പക്ഷേ ഭൂമിയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകത, ഉപ്പ് വേറെ എന്തെങ്കിലും ഒന്നിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഉപ്പ് കൊണ്ട് പുളിക്കകത്തിട്ടാലും പുളിക്കുപ്പുണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. ഉപ്പിന് പുളിയുണ്ടാകത്തില്ല. കാര്യം ഇങ്ങോട്ട് സ്വാധീനിക്കത്തില്ല. അതാ ഉപ്പിൻ്റെ പ്രത്യേകത. അതുപോലെ നമ്മൾ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും ലോകം നമ്മളാൽ സ്വാധീനിക്കപ്പെടുക മാത്രമേ ആകാവൂ, അല്ലാതെ ലോകം നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ സെക്ലൂഡഡായിട്ട് ജീവിക്കാനല്ല, ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ലാതെ. അപ്പോൾ അങ്ങനെയാണ് ഈ ട്രഡീഷണൽ ചർച്ചസിലും പലപ്പോഴും ഈ മൊണാസ്ട്രികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്താണ്, അവർക്ക് ഒരു ദൈവവിളി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് അവർക്ക് ലോകവുമായിട്ട് അവർ പിന്നെ കല്യാണം കഴിക്കത്തില്ല. ഉടുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും സെക്ലൂഡഡായിട്ട് ജീവിക്കാനും ഒടുവിൽ അവർ മൊനാസ്ട്രി പോലെ, അതായത് വേറെ ആരുമായിട്ടും ബന്ധമില്ലാത്ത ഒരു ജീവിതം. ഉപ്പ് അങ്ങനെയല്ല. ഈ ഉപ്പ് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്, ലോകത്തെ വ്യത്യാസപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയാണ് ഉപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഉപ്പ് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്നു എന്നതുപോലെ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ എവിടെയാണോ അവിടെയൊക്കെ നമ്മൾ അവരെ സ്വാധീനിക്കുന്നവരായിരിക്കണം. നമ്മളെ കണ്ട് അവർ കാര്യങ്ങൾ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ യോസഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർമ്മയുണ്ടാവും. യോസഫ് ഇസ്രായേലിൽ ഒരു സ്വാധീനമായി, മിസ്രയീമിൽ ഒരു സ്വാധീനമായി, അല്ലാതെ മിസ്രയീം യോസഫിനെ രൂപാന്തരപ്പെടുത്തിയില്ല. അവൻ്റെ കൂട്ടുകാർക്ക് മറ്റുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉപ്പായി, കൂട്ടുകാർക്ക് മാത്രമല്ല അവൻ്റെ എതിരാളികൾക്ക് പോലും അവൻ ഉപ്പായിട്ട് നിൽക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്.
അതിന് ചിലപ്പം വില കൊടുക്കേണ്ടി വരും. വില കൊടുക്കേണ്ടി വന്നാലും അവൻ വ്യത്യാസപ്പെടത്തില്ല. ഉപ്പിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. യോസഫിനെ സ്വാധീനിക്കാൻ പലരും നോക്കി. പോത്തിഫറിന്റെ ഭാര്യയൊക്കെ വളരെ പരിശ്രമിച്ചു നോക്കി അവനെ ഒന്ന് വളയ്ക്കാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷെ നടന്നില്ല. കാരണം അവൻ ഉപ്പാണ്. ഉപ്പ് മറ്റുള്ളവരെ സ്വാധീനിക്കത്തേ ഉള്ളൂ. അവൻ മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുകയില്ല. ഇതുപോലെ നമ്മൾ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരാണ് നമ്മൾ. അല്ലാതെ നമ്മളെ തന്നെ മറ്റുള്ളവർ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പ്രതിസന്ധികൾ നമുക്കുണ്ടാകാം. പക്ഷെ ആ പ്രതിസന്ധികളിലും നമ്മൾ ഉപ്പായിട്ട് തന്നെ ഇരിക്കണം. നമ്മുടെ എതിരാളികൾക്ക് പോലും നമ്മൾ ഉപ്പായിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു മോളിക്യൂൾ എടുത്താലും അതിനും ഉപ്പ് കാണും. ഉപ്പിൻ്റെ മോളിക്യൂൾസിൽ ഉപ്പിൻ്റെ രുചിയില്ലാത്ത, അല്ലെങ്കിൽ ഉപ്പിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു ചെറിയൊരു മോളിക്യൂൾ പോലും ഇല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ ദൈവികത ഇല്ലാത്ത ഒരു നിമിഷം പോലും നമുക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതാണ് ഉപ്പിൻ്റെ അവസ്ഥയായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. അതുപോലെ ഞാൻ പറഞ്ഞു, ഈ ഉപ്പ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് സമയമുണ്ടെങ്കിൽ എന്ന് പറയാം, ഇല്ലെങ്കിൽ വേറൊരു ദിവസമാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ തന്നെ വായിച്ചാലും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന സന്തോഷിച്ചുല്ലസിപ്പിൻ, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പൊ എങ്ങനെ ഭൂമിയുടെ ഉപ്പാകണം എന്നുള്ളത് 5 മുതൽ 9 വരെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ സ്വാധീനം ഏതൊക്കെ തലങ്ങളിലായിരിക്കണം, എങ്ങനെ നമ്മൾ ഭൂമിയുടെ ഉപ്പാകണം എന്നതിനെക്കുറിച്ച് ഞാനത് സമയം അനുസരിച്ച് പറയാം. ഇന്ന് തന്നെ പറയാൻ പറ്റുമെങ്കിൽ അത് പറയാം. അത് ഓരോന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളത് വായിച്ച് നോക്കണം. കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. ഇതെല്ലാം, ഈ അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യു ആർ ദി സോൾട്ട് ഓഫ് ദി എർത്ത്. ഇറ്റ് ഈസ് അവർ ഐഡൻറ്റിറ്റി, ഇറ്റ് ഈസ് അവർ കോളിംഗ് ഓർ അവർ മിഷൻ, ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. എന്ന് തന്നെയല്ല, സോൾട്ട് ഗിവ്സ് ടേസ്റ്റ്. സോൾട്ട് അതിൻ്റെ പ്രത്യേകത, 1, അത് രുചി വരുത്തുന്നു. 2, അത് പ്രിസർവ് ചെയ്യുന്നു. 3, ഈ സോൾട്ട് തേഴ്സ്റ്റ് ഉണ്ടാക്കുന്നു, ദാഹം ഉണ്ടാക്കുന്നു. ഞാൻ അതുമൊന്ന് പറഞ്ഞായിരുന്നു. അതായത് സോൾട്ട് ഗിവ്സ് ടേസ്റ്റ്. നമ്മളെ മറ്റുള്ളവർ ടേസ്റ്റ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് രുചിക്കാൻ കഴിയുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ രുചിയാണ് നമ്മൾ കൊടുക്കേണ്ടത്, വെറുതെ രുചിക്കുകയല്ല. ദൈവത്തിൻ്റെ രുചി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. മറ്റുള്ളവരെ ദൈവിക നീതിയിൽ നമ്മൾ പ്രിസർവ് ചെയ്യണം. അതുപോലെയുള്ള ഒരു കാര്യമാണ് സോൾട്ട് ക്രിയേറ്റ്സ് തേഴ്സ്റ്റ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടാക്കത്തക്ക നിലയിൽ അത് നമ്മുടെ സ്വാധീനം അവരിൽ ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ ദൈവിക സ്വാധീനത്തിലേക്ക് വരും. യോസഫിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ആ യോസഫിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നതായ കാര്യം അതാണ്, മറ്റൊന്നുമല്ല. യോസഫ്
എപ്പോഴും മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നവനായിരുന്നു. കാരണം അവനിൽ ദൈവികത ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിന്നതുകൊണ്ട്. അതാ, അല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ദൈവികത നിറഞ്ഞ് കവിയണം നമ്മളിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകളിൽ ഒരു ദൈവികതയിലേക്കുള്ള ആ ഒരു അടുപ്പം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവികമായ, അല്ലെങ്കിൽ ആ ദൈവികത നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതെന്താ ഇവൻ ഇങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കുന്നത് എന്ന് ചോദിക്കുവാനിടയാകും. അവൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് ആ ദൈവികതയിലേക്ക് അവനെ കൊണ്ടുവരുന്നതായ അവസ്ഥ, അത് ശരിക്കും യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. യോസഫിൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചുകൊണ്ട് പ്രതിസന്ധികളില്ലെന്നല്ല, അവൻ്റെ സഹോദരന്മാർ അവനെ വിറ്റ് കളഞ്ഞു എന്നാണ് പറയുന്നത്. അവനെ കൊല്ലാനാണ് അവർ നോക്കിയത്. പിന്നെ രൂപൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് അവനെ കൊന്നില്ല, എന്നാലും അവനെ മിസ്രൈമിയർക്ക് വിറ്റ് കളഞ്ഞു. പക്ഷേ മിസ്രൈമിൽ അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, പോത്തിഫേറിൻ്റെ വീട്ടിലേക്ക് അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും അവനൊരു സ്വാധീനമാവുകയാണ്. അവിടെ സോൾട്ട് ആവുകയാണ്. പോത്തിഫറിൻ്റെ വീട്ടിൽ അവൻ സോൾട്ട് ആവുകയാണ്. അതുകൊണ്ടെന്താ, ഇവനൊരു ദൈവികനായ വ്യക്തിയാണെന്ന് പോത്തിഫർ മനസ്സിലാക്കുകയും അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനിലേക്ക് ഒരു ഒരു അവൻ്റെ ഒരു സ്വാധീനം പോത്തിഫറിലുണ്ടാകുന്നു. അവനെ സർവ്വത്തിനും അധിപതിയാക്കി വെച്ചു. എന്നാൽ ഈ പറഞ്ഞതുപോലെ നമ്മളെ ദൈവം ആ രീതിയിലൊക്കെ ചെയ്യുമ്പോഴും സാത്താൻ അടങ്ങിയിരിക്കുകയില്ലല്ലോ. ഈ പോത്തിഫറിൻ്റെ വീട്ടിൽ എല്ലാവരും അവനെ സ്നേഹിച്ചെങ്കിലും ഒരുത്തി അവനെ സ്നേഹിച്ചില്ല, അവനെ ആഗ്രഹിച്ചു, മോഹിച്ചു. പോത്തിഫറിൻ്റെ ഭാര്യ അവനെ സ്നേഹിച്ചില്ല, പക്ഷെ അവനെ മോഹിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ, അതുകൊണ്ട് അവൾക്ക് മോഹിച്ചത് കിട്ടാതെ വന്നപ്പോൾ, മോഹിച്ചത് കിട്ടത്തില്ല. കാര്യം അവൻ ദൈവികനാണ്. അവൾ അവനെ കീഴടക്കുകയല്ല, അവനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവളുടെ കൂടെ ശയിക്കേണ്ടതിന് അവൾ വിളിക്കുമ്പോൾ അവൻ പറയുന്നത്, ഇത് ചെയ്ത് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അവൾക്ക് അല്പമെങ്കിലും ആത്മീയതയോ അല്ലെങ്കിൽ ഒരു ദൈവബോധം ഉണ്ടായിരുന്നെങ്കിൽ, ഇവനൊരു ദൈവികനായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ നമ്മൾ എത്ര ആത്മീകരായി ജീവിച്ചാലും എല്ലാവരും നമ്മളെ ആത്മീകരായി മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതൊരു ദൈവത്തിൻ്റെ വഴിയായിരുന്നു. അതിനുശേഷം മിസ്രൈമിലെ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് അവൻ ചെല്ലുകയും ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറയത്തക്ക രീതിയിൽ ആ ഇൻഫ്ലുവൻസ് നമുക്കും ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ കണ്ടു, ഇല്ലേ? ആ ഇൻഫ്ലുവൻസ് നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്ന വേദഭാഗം, അത് ഭാഗ്യവചനങ്ങളുടെ അഥവാ ബിയാറ്റിറ്റ്യൂഡ്സിൻ്റെ ഭാഗമായിട്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്തും, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, കാരമില്ലാതെ പോയാൽ, സോൾട്ടിനെസ് ഇല്ലാതെ പോയാൽ. അപ്പം അതാണ് ഞാൻ ഇന്ന് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഭാഗ്യവചനങ്ങളുമായി ചേർത്ത് നമുക്ക് ചില കാര്യങ്ങളും കൂടെ ആലോചിക്കാം. ഭാഗ്യവചനങ്ങൾ ആ സോൾട്ടിനെസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വേദഭാഗമാണ്. ഇവിടെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് പറയുമ്പോൾ കാരമുള്ള ഉപ്പ്, സോൾട്ടിനെസ് ഉള്ള ഉപ്പ്, കാരമില്ലാത്ത ഉപ്പ്, ഇല്ലേ? കാരമുള്ള ഉപ്പ്, കാരമില്ലാത്തതായ ഉപ്പ്. കാരമില്ലാതെ പോയാൽ അതിനെ പിന്നെ എന്തോന്നുകൊണ്ട് രസം വരുത്തും, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. ആ സോൾട്ടിനെസ് എന്ന് പറയുന്നത് ദൈവികതയാണ്.
നമ്മിലെ ദൈവികതയാണ്. പ്രത്യേകിച്ച് ഇത് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വേദഭാഗമാണെന്ന് നമുക്കറിയാം. ശിഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. യു ആർ സോൾട്ട് ഓഫ് ദി എർത്ത്. ഒരു ശിഷ്യനാണ് ശരിക്കും സോൾട്ടായിരിക്കുന്നത്. എന്നാൽ അവനിൽ നിന്ന് സോൾട്ടിനെസ് ഇല്ലാതെ പോയാൽ, അപ്പോൾ സോൾട്ടാണ്, സോൾട്ടിന് രസമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുള്ളത്, സോൾട്ട് ഒരിക്കലും ന്യൂട്രൽ അല്ല, അത് ഭയങ്കര വിഗറസ് ആണ്. അതായത് അതിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോൾട്ടിന് ചില കാര്യങ്ങൾ അതിന് അത് വെറുതെ ഉറത്തിരുന്നാൽ പോലും അതിൻ്റെ ആ സോൾട്ടിനെസ് അതങ്ങ് പരക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശരിക്കും രസം വരുത്തുന്നെന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മീൻ കേടാകാതിരിക്കാൻ അല്ലെങ്കിൽ മാംസം കേടാകാതിരിക്കാൻ ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പ് പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയല്ല, അവിടെ ഇരുന്നാൽ മതി. പക്ഷേ വെറുതെ ഇരിക്കുമ്പോഴും അത് പ്രസരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ സോൾട്ടിനെസ് മാംസത്തിലേക്ക് പ്രസരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ ഞാൻ എവിടെ ഇരുന്നാലും പ്രഘോഷണം ആവശ്യമുള്ളിടത്ത് പ്രഘോഷണം വേണം. പക്ഷെ ഞാൻ ഓഫീസിലിരുന്നാൽ എൻ്റെ ഓഫീസിലെ എൻ്റെ ദൈവികതയിൽ നിലകൊള്ളുന്നതായ ഓഫീസ് പ്രവർത്തനം പോലും അനേകരെ ദൈവത്തിങ്കലേക്ക് ആ അടുപ്പിക്കുന്നതായിരിക്കും. ആ സോൾട്ടിനെസ്, ആ സോൾട്ട് നമുക്കുണ്ട്. അതാണ് കാരമുള്ള ഉപ്പ് എന്ന് പറയുന്നത്. അതായത് ഉപ്പ് ഒരിക്കലും ന്യൂട്രൽ അല്ല. നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്വാധീനം ഓട്ടോമാറ്റിക്കായിട്ട് അതുണ്ടാവും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം, പലപ്പോഴും ഓഫീസിലിരിക്കുന്ന പലർക്കും അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പോലും അറിയാൻ വയ്യാത്തതായ അവസ്ഥ. ഞാൻ പറഞ്ഞ സ്റ്റോറിയാണെന്നറിയത്തില്ല, സ്റ്റോറിയല്ല, നടന്നൊരു കാര്യമാണ്. മധ്യപ്രദേശിലെ ദമോഹിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വിശ്വാസത്തിൽ നേരത്തെ അദ്ദേഹം കർത്താവിനെ അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു പ്രൊഫസറാണ്, ബർന്നബാസ് അങ്കിൾ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഒറീസയിലും നമുക്ക് പ്രവർത്തനമുണ്ട്. ഒറീസയിൽ ഞാനവിടെ താമസിച്ച് പ്രവർത്തിച്ച് അതിന് ശേഷമാണ് അവിടെ ഞാൻ 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. 2 മാസം അവിടെ ഞാൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയായിരുന്നു. അതിനുശേഷം മടങ്ങിപ്പോന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ പ്രശ്നമുണ്ടായി. നിങ്ങൾക്കെല്ലാം അറിയാം ഒറീസയിലെ കന്ധമാലിലുണ്ടായ പ്രശ്നം. അപ്പോൾ കന്ധമാലിൽ പ്രശ്നമുണ്ടായി, ഒത്തിരി പേരെ കൊന്നു, ഒത്തിരി പേര് വീട് വിട്ടു പോകേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബർന്നബാസ് അങ്കിളിൻ്റെ അടുത്ത് ഒരു ക്രിസ്ത്യാനിയായ, വിശ്വാസിയൊന്നുമല്ല, ഒരു നോമിനൽ ക്രിസ്ത്യൻ, അയാൾ വന്നിട്ട് ഈ ബർന്നബാസ് അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു, സർ, ഒരു പ്രൊഫസറാ, ഒറീസയിൽ ഭയങ്കര പ്രശ്നം, അവിടെ എല്ലാവരും ക്രിസ്ത്യാനികളെ കൊല്ലുക. എന്നിട്ട് പറഞ്ഞു, സാറേ, അവരിവിടെയും വരും, അവിടുത്തെ ലോക്കലാ, അവരിവിടെയും വരും, അവർ നമ്മളെയും കൊല്ലും. ബർന്നബാസ് അങ്കിൾ പറഞ്ഞു, എടാ, നീ അത് പേടിക്കേണ്ട കാര്യമില്ല. അതെന്താ അങ്കിളെ, അവർ ഒറീസയിൽ എത്ര എണ്ണത്തിനെയാണ് കൊന്നത്, ഇവിടെയും വന്നവർ കൊല്ലും. എന്നാൽ ബർന്നബാസ് അങ്കിൾ പറഞ്ഞു, എടാ, അവര് അക്രൈസ്തവർ ക്രിസ്ത്യാനികളെ കൊല്ലാനുള്ള കാര്യം എന്നറിയാമോ? മറ്റൊന്നുമല്ല, അവനവിടെ അവർ ദൈവമക്കളാണെന്നുള്ള ഒരു സാക്ഷ്യത്തോടെ ജീവിച്ചതുകൊണ്ടാണ്. നിന്നെ ആരും കൊല്ലാൻ പറ്റത്തില്ല. കാര്യം, നിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവന് പോലും, നിൻ്റെ അയൽവക്കക്കാരന് പോലും, നിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവന് പോലും നീ ക്രിസ്ത്യാനിയാണെന്ന് പോലും അറിയത്തില്ല. നിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവന് നീ ക്രിസ്ത്യാനിയാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ നിന്നെ ആരാ കൊല്ലാൻ വരുന്നത്? നീ ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട. അതൊക്കെ സാക്ഷ്യമുള്ളവരുടെ കാര്യമാണ്, അല്ലാത്തവർക്കൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. കാര്യം അവനങ്ങനെ അത്രയ്ക്കുള്ള നോമിനൽ ക്രിസ്ത്യനാണ്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഓഫീസിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് പോലും ക്രിസ്ത്യാനിയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒത്തിരി പേര് ഉണ്ട്. പ്രൊക്ലമേഷൻ ആവശ്യമുള്ളിടത്ത് പ്രൊക്ലമേഷൻ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ പോലും
നമ്മുടെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആരാണ്, നമ്മൾ നമ്മുടെ ആ ദൈവികത നമ്മൾ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അങ്ങനെ വെളിപ്പെടുത്തുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാരമുള്ള ഉപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരമുള്ള ഉപ്പ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരമുള്ള ഉപ്പ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്തും? ഇല്ല, അതാ ചോദിക്കുന്നത്. ബട്ട് ഇഫ് ദ സോൾട്ട് ഹാവ് ലോസ് ഇറ്റ്സ് സേവർ, wherewith shall it be salted? അത് ഭയങ്കര കഷ്ടമാണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്നവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നിനും കൊള്ളത്തില്ല, മനുഷ്യൻ ചവിട്ടാനല്ലാതെ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, പലരെയും മനുഷ്യൻ വഴിയിലിട്ട് ചവിട്ടുന്നില്ലെങ്കിലും വളരെ മോശമായ നിലയിൽ പലപ്പോഴും മനുഷ്യൻ ചവിട്ടുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം കാരമില്ലാത്ത ഉപ്പ്. ഏറ്റവും നന്നായിട്ട് ജീവിച്ചാൽ ചിലപ്പം ശരീരത്തിൽ ചവിട്ടുകൊള്ളും, പക്ഷേ ഒരു ഗുണവും ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ അങ്ങ് കൂട്ടിക്കോളും. കാര്യം അവരുടെ ഭാഗമായി തീരുന്നൊരവസ്ഥ. അതല്ല, നമ്മൾ കാരമുള്ള ഉപ്പാകണം, ഇല്ലെങ്കിൽ അവനെ വഴിയിലിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം, അവിടെയും സോൾട്ടിനെ കുറിച്ച് കർത്താവ് പറയുന്ന വേദഭാഗം അതിൻ്റെ 14-ാം അധ്യായത്തിൽ, ലൂക്ക് ചാപ്റ്റർ 14 അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുവാൻ തിരിഞ്ഞ് അവനോട് പറഞ്ഞത്, പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം വരുന്നത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയാൻ തുടങ്ങി, തീർപ്പാൻ വകയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇടുന്ന 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതും ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്ത് കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ശിഷ്യത്വവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ കർത്താവ് ഉപ്പിനെ കുറിച്ച് പറയുന്നത്. മറ്റേ ഭാഗ്യവചനങ്ങളുമായി ബന്ധപ്പെടുത്തി മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു. ഇവിടെ ശിഷ്യത്വവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടെ പറഞ്ഞു കിടക്കുന്നത്, അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ. നോക്ക്, മുകളിലത്തെ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്, ഉപ്പ് നല്ലത് തന്നെ, പക്ഷെ ഉപ്പ് കാരമില്ലാതെ പോയാൽ. അപ്പൊ കാരമില്ലാത്ത ഉപ്പ് എന്ന് പറയുന്നത് ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ വിട്ടുപിരിഞ്ഞ് യേശുവിനോട് ചേർന്ന് അവൻ്റെ ശിഷ്യനാകുവാൻ തയ്യാറുള്ളവനാണ് കാരമുള്ള ഉപ്പ്. ആ ശിഷ്യത്വമാണ് ഇവിടുത്തെ വിഷയം. അല്ലാത്തവൻ കാരമില്ലാത്ത ഉപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ അവനും ശിഷ്യനായിട്ട് വന്നവനായിരിക്കും. അതാ അതിനകത്തെ പ്രത്യേകത. കാരണം അവിടെ മോളിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ, തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 26-ാമത്തെ വാക്യത്തിൽ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എൻ്റെ അടുക്കൽ വരികയും, അതിൻ്റെ അർത്ഥമല്ല കുറേ എണ്ണം യേശുവിൻ്റെ പിന്നാലെ വരുമെന്നേ.
എന്നാൽ ശിഷ്യത്വത്തിൻ്റെ വില മനസ്സിലാക്കാതെ, ശിഷ്യനാകുവാൻ തയ്യാറില്ലാതെ യേശുവിൻ്റെ പിന്നാലെ വരുന്നവനാണ് കാരമില്ലാത്ത ഉപ്പ്. അവരും യേശുവിനെ പിൻപറ്റി അതിനുവേണ്ടി ഇറങ്ങിയവരൊക്കെ ആയിരിക്കും. പക്ഷേ വിട്ടുപിരിഞ്ഞ്, അതായത് എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അല്ലാതെ വരുന്നവരുണ്ട്. അവരും കുറച്ചു നാളൊക്കെ നിൽക്കും, കുറച്ചു നാളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കും. ചിലപ്പോൾ അവർ, എൻ്റെ ഒരു ചിന്ത, തുടങ്ങിയപ്പം ഇതെല്ലാം കളഞ്ഞേച്ചൊക്കെ വരാനുള്ള വലിയ ആഗ്രഹത്തോടെ വന്നതായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മോഹങ്ങളിൽ പെട്ടുപോകുന്നു. അങ്ങനെ മോഹങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത്, യേശുവിനെ അനുഗമിക്കുന്നതിന് പകരം അവൻ്റെ സ്വന്തം മോഹങ്ങളെ അനുസരിക്കുവാനാണ് അവന് താല്പര്യം. അങ്ങനെയുള്ളവന് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കാരമുള്ള ഉപ്പ് എന്ന നിലയിൽ നമ്മൾ യോസഫിൻ്റെ സ്റ്റോറി നമ്മൾ കേട്ടു. യോസഫ് കാരമുള്ള ഉപ്പായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ഒരു പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയില്ല. യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. യോസഫ് യഹോവയുടെ കൂടെയും ഇരുന്നു. എപ്പോഴും ആ ദൈവികത സൂക്ഷിക്കുവാൻ അവൻ തയ്യാറായിരുന്നു. തുടങ്ങിയപ്പോൾ മുതൽ തീരുന്നത് വരെ. ഞാൻ പറഞ്ഞതെൻ്റെ ഓർമ്മ, അവൻ മരിക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാരെയൊക്കെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം ഒരിക്കൽ നിങ്ങളെ സന്ദർശിക്കും, അന്ന് എൻ്റെ അസ്ഥികളെ കൂടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. എന്താണെന്നറിയാമോ? മിസ്രൈമിലെ ഫറവോന് രണ്ടാമനായി രാജപദവിയിൽ ജീവിച്ചിരുന്ന യോസഫ് പറഞ്ഞു, എനിക്ക് ഈ മിസ്രൈമിലെ ഒന്നും വേണ്ട, എൻ്റെ അസ്ഥികളെപ്പോലും ഞാൻ മിസ്രൈമിന് കൊടുക്കത്തില്ല, എനിക്ക് എൻ്റെ പിതാക്കന്മാരുടെ ദേശം മതി. എൻ്റെ പിതാവായ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് എനിക്ക് പോയാൽ മതി. മരിക്കുന്നത് വരെ കാരമുള്ള ഉപ്പായിരുന്ന വ്യക്തിയാണ് യോസഫ്. എന്നാൽ നമ്മൾ കാരമില്ലാത്ത ഉപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിനും ഒരു ഉദാഹരണം ഞാൻ കാരം പോയ ഉപ്പ് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് പറയുമ്പോൾ കാരമുണ്ടായിരുന്ന ഉപ്പ്, അതുകൊണ്ടാണല്ലോ അതിനെ ഉപ്പെന്ന് വിളിക്കുന്നത് തന്നെ, അതിൻ്റെ കാരം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അങ്ങനെ ഒരു വ്യക്തി അവസാനം വരെ കാരം അഥവാ സോൾട്ടിനെസ് സൂക്ഷിച്ച ഉപ്പായിരുന്നു യോസഫ്. എന്നാൽ ഇടയ്ക്ക് വച്ച് ആ സോൾട്ടിനെസ്, ആ ദൈവികത നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിലെ ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി. ആ ശിംശോനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ്, ആ ഉപ്പിൻ്റെ ആ പ്രത്യേകതകളെക്കുറിച്ച്, എന്താണ് ഉപ്പ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയാം. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലാണ് ശിംശോൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതൊരു ദൈവിക പ്രവൃത്തിയാണ്. ഇസ്രായേൽ മക്കളെ ദൈവം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി വരുത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അമ്മമാരെ മടക്കി വരുത്തില്ല. എന്നാൽ അതിനിടയ്ക്കും ചില നല്ല മനുഷ്യരുണ്ടായിരുന്നു. അതിലൊരു മനുഷ്യനായിരുന്നു മനോഹ എന്ന് പറയുന്ന വ്യക്തി. അവൻ്റെ ഭാര്യ മച്ചിയായിരുന്നു. ഞാൻ പെട്ടെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ ദൂതൻ
അവൻ്റെ അടുക്കൽ വന്ന്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അടുക്കൽ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞു, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. എന്നിട്ട് ആ വ്യക്തിയെ ഏത് രീതിയിൽ ആ കുഞ്ഞിനെ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തൊടരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ മനോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒടുവിൽ ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ പ്രത്യക്ഷനാവുകയും ചെയ്യുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ മനോഹ യോട് ദൈവദൂതൻ സംസാരിക്കുകയും, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഒത്തിരി പോകുന്നില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. അങ്ങനെ അവർ ആദ്യം അവർ പറഞ്ഞ് ദൈവത്തെ കണ്ടതുകൊണ്ട് നമ്മൾ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. അതൊന്നും നടന്നില്ല. 24-ാമത്തെ വാക്യത്തിൽ അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. ശിംശോന്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ജനനം കൊണ്ട് ആ ദൈവ പദ്ധതി അനുസരിച്ച് ശിംശോൻ ജനിച്ചു. അവൻ വളർന്ന് തുടങ്ങിയതേ ഉള്ളൂ. അവൻ ബാലനായിരുന്നപ്പോൾ, അത് ചെറിയ പ്രായത്തിൽ തന്നെ. 25-ാമത്തെ വാക്യത്തിൽ സോരയ്ക്കും എസ്തായേലിനും മധ്യയുള്ള മഹനദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അതായത് ദൈവത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ജെഹോവ ബിഗാൻ ടു മൂവ് ഹിം ഇൻ മഹനദാൻ. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ദൈവശബ്ദം അവന് കേൾക്കാൻ, അവൻ്റെ ആത്മാവിൽ കേൾക്കാൻ, അവന് ദൈവം ആ ദൈവികതയിലേക്ക് ഇവനെ വലിച്ചടുപ്പിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ ദൈവം അങ്ങനെ തീർച്ചയായും അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ദി സ്പിരിറ്റ് ഓഫ് യഹോവ ബിഗാൻ ടു മൂവ് ഹിം ഇൻ മഹനദാൻ. അവനിലേക്ക് ഉദ്യമിപ്പിക്കുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആ ദൈവ സംസർഗത്തിലേക്ക് അവനെ കൊണ്ടുവരാനായിട്ട്. മോനെ, ഞാൻ നിന്നെ, ഒരുപക്ഷെ അവൻ്റെ വിളിയൊക്കെ ദൈവം അവനോട് സംസാരിക്കുകയായിരിക്കാം, അവൻ്റെ ആത്മാവിൽ സംസാരിക്കുകയായിരിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ജനനം മുതൽ അവൻ നാസീറാണ്. വീഞ്ഞും മദ്യമൊന്നും അവൻ കുടിച്ചിട്ടില്ല. അവൻ്റെ അമ്മയും അപ്പനും ഒക്കെ ആത്മീകമായി അവനെ വളർത്താൻ പരിശ്രമിച്ച് കാണണം. അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിന് അവൻ്റെ മേലൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ ദൈവം ഉദ്യമിപ്പിച്ചു തുടങ്ങി. പക്ഷെ ഇവൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്, ശിഷ്യനാകുവാൻ ഒരുത്തൻ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും എന്ന് പറഞ്ഞല്ലോ. അപ്പം അവൻ വന്നു. ഇതുപോലെ ചില ആളുകളൊക്കെ വരും, പക്ഷെ വന്നാലും കാരമുള്ള ഉപ്പായിട്ട് നിൽക്കുന്നതിൽ ചിലപ്പോൾ പരാജയപ്പെടും. അവർ പുറത്തുള്ളവരാകണം നിർബന്ധമില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് വിശ്വാസികൾ എന്ന പേരിലേക്ക് വന്നവർ പോലും ഒരു പക്ഷേ പിന്നീട് കാരം നഷ്ടപ്പെട്ട ഉപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ എപ്പോഴും ആ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ മുന്നേറുകയും ഉപ്പ് ആയി തന്നെ ഇരിക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട്. ശിംശോൻ അങ്ങനെ ഒരു പരിശ്രമമൊന്നും ഇല്ലായിരുന്നു, അതാ പറ്റിയത്. യഹോവയുടെ ആത്മാവിനെ ഉദ്യമിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവനൊരു ഫെലിസ്തീയ കന്യകയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അതിനെ കെട്ടണമെന്ന് ഒരു വലിയ മോഹം. 3-ാമത്തെ വാക്യത്തിൽ 14-ാമത്തെ 3-ാം വാക്യത്തിൽ അവൻ്റെ അപ്പനും അമ്മയും അവനോട്, അകരയോളമയായ ഫെലിസ്തീനിൽ നിന്നൊരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെയും കന്യകമാരുടെയും യാതൊരുത്തിയും ഇല്ലയോ, സകല ജനത്തിലും യാതൊരുത്തി ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ അവൻ്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. കാര്യം
ഈ ഫെലിസ്ത്യരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അതായിരുന്നു ശിംശോന്റെ ദൗത്യം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം ഒരു പക്ഷേ ആ നിലയിൽ അത് അനുവദിച്ച് കാണും. നമുക്കതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ അങ്ങനെ നടന്നിരിക്കും. എന്നാൽ ഈ ബാലനായ ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 5-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കെതിരെയുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു ശിംശോൻ്റെ അടുത്ത്. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അത് നമ്മൾ കാണുന്നത്. The spirit of the Lord came mightily upon him. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അപ്പോൾ ഉപ്പുണ്ട്, അവൻ വന്നു. ആത്മാവിൽ അവൻ എന്ത് ചെയ്തു? കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവനതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. നോക്ക്, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ആത്മാവ് വന്നപ്പോൾ, ഇതാണ് പഴയ നിയമത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. ഇതാണ്, ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആത്മാവുമായി സംസർഗം ചെയ്ത് അവൻ്റെ ജീവിതത്തിനൊരു വ്യത്യാസം ഉണ്ടാക്കിയില്ല. പകരം അവൻ ഇഷ്ടമുണ്ടായിരുന്നത് ശക്തിയായിരുന്നു. അതുകൊണ്ട് അവൻ ബാലസിംഹത്തെ വലിച്ചു കീറിക്കളഞ്ഞു. അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി അത് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. പലർക്കും അങ്ങനൊരു പ്രശ്നമുണ്ട്. ആത്മാവ് ശക്തിയോടെ വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശക്തിയാണ് വലുത്. അവൻ ശക്തി അനുഭവിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവനിൽ ഒരു വ്യതിയാനമുണ്ടായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വരുന്ന ചില ഭാഗങ്ങൾ അതേ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 14 നമ്മൾ കണ്ടു. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത്, പിന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ അസ്കലോനിൽ ചെന്ന് 30 പേരെ കൊന്ന് അവൻ്റെ ഉടുപ്പൂരി കടം വെട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവിടെയും യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴും ശക്തി പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നു, അപ്പോൾ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവൻ്റെ ബന്ധനങ്ങൾ അവൻ്റെ മേൽ നിന്ന് ദ്രവിച്ചു പോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ എടുത്ത് 1000 പേരെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ശക്തി ഇവൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ജീവിതത്തെ ഉപ്പുള്ളതാക്കി രൂപാന്തരപ്പെടുത്തിയില്ല. ശക്തി പ്രകാശിപ്പിക്കുന്നുണ്ട്, പക്ഷേ അവൻ മറ്റുള്ളവരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ജീവിതത്തിൻ്റെ, യോസഫിനെ പോലെ ആയില്ല അവൻ. ശിംശോൻ യോസഫിനെ പോലെ അല്ലായിരുന്നു. ശക്തി പ്രകാശിപ്പിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ രൂപാന്തരം വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ 16-ാം അധ്യായത്തിൽ അവൻ്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്ന പല ഭാഗങ്ങളും വായിക്കുമ്പോൾ അവന് പിന്നെ ദൈവികമായ ഒരു പദ്ധതിയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ കളഞ്ഞു എന്ന് തന്നെയല്ല, യഹോവയുടെ ആത്മാവുമായുള്ള ബന്ധവും അവന് ശരിക്കും ഇല്ലാതെയായി. അതിൻ്റെ കാരണം അവിടെ പറയുന്നത് 1-ാമത്തെ വാക്യം 16-ന്റെ 1-ൽ, അനന്തരം ശിംശോൻ ഗസയിൽ ചെന്നു, അവിടെ ഒരു വേശ്യയെ കണ്ടു, അവളുടെ അടുക്കൽ ചെന്നു. ഒരു വേശ്യയെ കണ്ടു, വേശ്യയുടെ അടുക്കൽ ചെന്നു. പ്രിയമുള്ളവരെ, എന്തൊരു കഷ്ടമാണെന്ന് പറ. ദൈവത്തിന് നാസീറായിരിക്കേണ്ട, ദൈവികമായി ജീവിക്കേണ്ട ഈ ശിംശോൻ
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നിട്ടും അവൻ്റെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നതിന് പകരം അവൻ ശക്തിയിൽ ആശ്രയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നും പലയിടത്തും ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. ശക്തിയാണ് പ്രധാനമെന്ന് ചിന്തിക്കുന്നവർ, ഈ കാരിസ്മാറ്റിക്കുകാരും അതുപോലുള്ള പ്രോസ്പെരിറ്റിക്കാരും ഒക്കെ ശക്തി 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 എന്ന് പറഞ്ഞ് കിടന്ന് അലക്കി നോക്കുക. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. കേൾക്കാൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, എപ്പോഴെങ്കിലും കേട്ട് കാണുമായിരിക്കും. എന്തോ ശക്തി? ശക്തി വേണ്ടത് ഉപ്പാകാനുള്ള ശക്തിയാണ്, രൂപാന്തരം വരുത്തുവാനുള്ള ശക്തിയാണ്, ആത്മീയതയ്ക്കുള്ള ശക്തിയാണ്. അത് ബിയാറ്റിറ്റ്യൂഡ്സും കൂടെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിനുള്ള ശക്തി. ഇവിടെ ശിംശോൻ ഗസയിൽ ചെന്നു വേശ്യയെ കണ്ടു, അവളുടെ അടുക്കൽ ചെന്നു. അവ പട്ടണവാതിൽക്കൽ നിന്ന് അവരെല്ലാം കൂടെ അവനെ പിടിക്കാൻ രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. ആര്? ഗസിയർക്ക് അറിവ് കിട്ടി, ഗസയിലാണ് വന്നത്. അവ അവനെ കൊന്നുകളയാമെന്ന് അവർ ചിന്തിച്ചു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം. എന്നാൽ മൂന്നാമത്തെ വാക്യത്തിൽ ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രി എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകും കട്ടിളക്കാൽ രണ്ടും ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. പിന്നെയും ഇവൻ ശക്തി പ്രകാശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ ശക്തിക്ക് മുമ്പേ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു എന്ന് എഴുതിയിരുന്നു. ഇവിടെ അത് എഴുതിയിട്ടില്ല. കാരണം യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരണമെങ്കിൽ അവൻ്റെ ജീവിതം അങ്ങനെയുള്ളതായിരിക്കണം. കുറച്ചൊക്കെ ദൈവം ക്ഷമിച്ചെന്നിരിക്കും, അവൻ മടങ്ങി വരും എന്ന്, ശിംശോൻ മടങ്ങി വരുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. പക്ഷെ മടങ്ങി വരാതിരുന്നപ്പോൾ പിന്നെ ശക്തി അങ്ങ് കൊടുത്തു. കുറച്ച് നാളൂടെ അവൻ ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ച് ശക്തി കൊടുത്തു. പക്ഷേ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ പിള്ളേർ സ്കൂളിൽ പഠിക്കുകയാണെന്ന് വെച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ യൂണിഫോം കൊടുക്കുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചാൽ ചിലപ്പോൾ നമ്മളൊരു സമ്മാനം നല്ല മാർക്ക് വാങ്ങിച്ചതിന് കൊടുത്തെന്നിരിക്കും. അത് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ യൂണിഫോം എല്ലാ പിള്ളേർക്കും ഉള്ളതാണ്. ഈ യൂണിഫോം നമ്മുടെ വീട്ടിൽ നിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഒരു ദിവസം ഈ കൊച്ചെന്നെ അനുസരിച്ചില്ലെന്ന് വെക്കുക. അനുസരിക്കാതെ വന്നാൽ ഞാൻ ആദ്യം എന്താ കൊച്ചിനോട് പറയുന്നത്? ആഹാ, നീ എന്നെ അനുസരിച്ചില്ലയോ, ഞാൻ നിനക്ക് തന്ന യൂണിഫോം എന്തിയെ, നീ കൊണ്ടുപോവാ, ഞാൻ ഇനി മേലാൽ അത് തരത്തില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇല്ല, പിറ്റേ ദിവസവും കൊച്ച് യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകും. പക്ഷേ യൂണിഫോം ഉള്ളത് കൊണ്ട് അപ്പനുമായി നല്ല ബന്ധത്തിലാണ് എന്ന് അർത്ഥമില്ല. ഇതുപോലെ ദൈവം നമുക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ദൈവത്തിൻ്റെ ശക്തി കൊടുത്തിട്ടുണ്ട്. യൂണിഫോം പോലെയാണെന്ന് ഞാൻ ചിലപ്പം ഒരു ഉദാഹരണമായിട്ടങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പെർഫെക്റ്റ് ഉദാഹരണമൊന്നുമല്ല. യൂണിഫോം പോലെയാണ് ശക്തി. തെറ്റ് ചെയ്താൽ പിറ്റേ ദിവസം യൂണിഫോം ഊരിയെടുക്കാത്തതുപോലെ തെറ്റ് ചെയ്താൽ പിറ്റേ ദിവസം ചിലപ്പം ശക്തി ഊരിയെടുത്തില്ലെന്നിരിക്കും. എന്നാൽ അധികം നിൽക്കത്തില്ല. എന്നെ വിട്ട് കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ യൂണിഫോമും കൊണ്ട് ഞാൻ പുറകെ പോകത്തില്ല. ഇതുപോലെ ദൈവം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ച് നമ്മൾ ആത്മശക്തിയിൽ ശക്തി ഉണ്ടായിരിക്കും, പക്ഷേ ആത്മാവുമായുള്ള സംസർഗം വിട്ടുകളഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ ശക്തി കുറച്ച് നാളുകൂടെ കാണും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ സീലിംഗ് ഫാൻ കറണ്ട് കട്ടായി പോയാലും കുറച്ചു നേരം കൂടെ കറങ്ങും. പക്ഷേ കറണ്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഫാൻ നിൽക്കും.
ഇതുപോലെ കരണ്ട് പോയി കഴിഞ്ഞ് കറങ്ങുന്ന പലരും ഉണ്ട്. പക്ഷെ അധികം നാൾ നിൽക്കത്തില്ല. ശിംശോൻ കുറച്ചു നാളുകൂടെ ശക്തി പ്രകാശിപ്പിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മൾ ശക്തിയുടെ കാര്യങ്ങൾ പിന്നെയും ശക്തി പ്രകാശിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ശക്തി കാണുന്നുണ്ട്. അതുപോലെ 9-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നത് അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. ദലീലയുടെ അടുത്ത് എന്നതിന് ശേഷമാണെങ്കിലും അന്നേരവും ശക്തി കാണിക്കുന്നുണ്ട്. ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ കൊണ്ട് ബന്ധിച്ചാൽ, നിങ്ങൾക്ക് കഥ അറിയാവുന്നത് കൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല, ഞാണുകളെ കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശക്തി നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു. ഞാനൊക്കെ അവൻ പൊട്ടിച്ചേച്ചൊക്കെ പോയി. അപ്പോൾ 9-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ അവനെ പുതിയ കയറ് വാങ്ങി ബന്ധിച്ചു, അതും അവൻ നൂൽ പോലെ പൊട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം 14-ാം വാക്യത്തിൽ കുറ്റിയടിച്ച് ഉറപ്പിച്ചു. തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. അവന് എന്ത് ചെയ്തു? ഫെലിസ്ത്യർ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കമുണർന്ന് നെയ്ത്ത് തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. പിന്നെയും ശക്തി പ്രകാശിപ്പിക്കുന്നുണ്ട്. എന്നാൽ 19-ാമത്തെ വാക്യത്തിൽ അവൻ ആ ദൈവിക ഉടമ്പടിയുടെ ചിഹ്നമായിരുന്ന അവൻ്റെ തലയിലെ ജട അത് 7 കളയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശക്തിയും അവനെ വിട്ടുപോയി. ആത്മാവ് നേരത്തെ വിട്ടുപോയി, ഇവിടെ ശക്തിയും വിട്ടുപോയി. അപ്പോൾ ആത്മാവ് വിട്ടുപോകുന്ന ഒരു സമയമുണ്ട്. അത് വേശ്യയുടെ അടുത്ത് ചെന്നപ്പോഴേ ആത്മാവ് വിട്ടുപോയി. അത് കഴിഞ്ഞും കുറച്ചു നാളുകൂടെ ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ അതും എന്നും നിലനിൽക്കും എന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ശക്തിയും വിട്ടുപോകുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഫെലിസ്ത്യർ ഇതാ വരുന്നെന്ന് പറഞ്ഞപ്പോൾ യഹോവ 20-ാമത്തെ വാക്യത്തിൽ യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ സടകുടഞ്ഞ് മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് ചിന്തിച്ചു. ഒന്നും നടന്നില്ല. ഫെലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണുകുത്തി പൊട്ടിച്ച് ബന്ധിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നത്. നോക്കുക പ്രിയമുള്ളവരെ, കാരമില്ലാതെ പോയ ഒരു ഉപ്പിൻ്റെ പ്രത്യേകതയായത്. കാരണം കാരമുള്ള ഉപ്പ് എന്ന് പറയുന്നത് ശിഷ്യത്വത്തിൽ നിലനിൽക്കുന്ന, ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്നവനാണ് കാരമുള്ള ഉപ്പ്. അല്ലാത്തവൻ വിശ്വാസിയായാലും പള്ളി പോയി പാട്ടുപാടിയാലും പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും ദൈവശക്തിയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, ദൈവാത്മാവിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ, ആത്മാവിനെ ശക്തിയോടെ അവൻ്റെ മേൽ വരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവനിൽ നിന്ന് ആത്മാവ് വിട്ടുപോകും, ശക്തിയും വിട്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. അവന് പക്ഷേ ശക്തിയായിരുന്നു പ്രധാനമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അവനെ ഫെലിസ്ത്യർ ബന്ധിച്ച് നിർത്തിയിരിക്കുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവ എന്നെ ഓർക്കണമേ, ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. നിന്റെ ആത്മാവ് എൻ്റെ മേൽ വരണമെന്നല്ല അവൻ പറയുന്നത്, എനിക്ക് ശക്തി നൽകണമേ. ദൈവശക്തി കൊടുക്കുകയും ചെയ്തു, പക്ഷെ ആത്മാവിനെ കൊടുത്തില്ല. ഇന്ന് പലപ്പോഴും പുറമേയുള്ള ശക്തി പ്രകടനങ്ങളിലാണ് പലരുടെയും ജീവിതം. അവരതിനകത്ത് ആ ശക്തി, അവരതിനകത്ത് ആ വലിപ്പം കാണുന്നത്, മഹിമ കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് ആവശ്യമുള്ളത് ആത്മാ നിയന്ത്രിതമായ ഒരു വിശുദ്ധ ജീവിതമാണ്. അങ്ങനെയുള്ളവരാണ് ഭൂമിയുടെ ഉപ്പാകുന്നത്. അങ്ങനെ ഉപ്പാകാൻ മനസ്സുള്ളവൻ മാത്രം തന്നെ അനുഗമിച്ചാൽ മതി എന്നുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ
നമ്മൾ കർത്താവ് പറയുന്നതായ കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ 25-ാമത്തെ വാക്യത്തിൽ ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ, ഏറിയ പുരുഷാരം പോകുമ്പോഴാവൻ പറഞ്ഞത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് തിരിഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാടാ എൻ്റെ പുറകെ വരുന്നത്? എൻ്റെ പുറകെ വരികയാണെങ്കിൽ നീ നല്ല കാരമുള്ള ഉപ്പായിരിക്കണം, അല്ലാതെ തോന്നിവാസം ജീവിക്കാൻ എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ശക്തി കണ്ടിട്ട് വന്നിട്ട് നീ അതും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ പിന്നാലെ വരണ്ട. എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള വരണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. തൻ്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കാത്തവൻ, എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശരിക്കും ആ രീതിയിലുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം. യഥാർത്ഥത്തിൽ ഉപ്പാകുവാനുള്ള തീരുമാനം. അവൻ യഥാർത്ഥ ശിഷ്യനാണ്. ആ ശിഷ്യൻ മാത്രമേ, യഥാർത്ഥ ശിഷ്യനെ ഉപ്പാവുകയുള്ളൂ. ആ ശിഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ആ ശിഷ്യന് മാത്രമേ അവനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുവാൻ കഴിയൂ. അല്ലാതെ വെറുതെ അവൻ്റെ പിന്നാലെ ഒരു പുരുഷാരം, അല്ലെങ്കിൽ ഇന്ന് പലരും യേശുവിൻ്റെ ഫാൻസ് ഒത്തിരി പേരുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, യേശു അവരുടെ ജീവിതത്തിൽ അത് തന്നു, ഇത് തന്നു, കാറ് തന്നു, വീട് തന്നു, ഓരോന്നോരോന്നൊക്കെ തന്ന കാര്യങ്ങൾ പറയും. അല്ലാതെ എന്നെ എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെയും വേർതിരിച്ച് എന്നെ അവൻ്റെ കൂടെയാക്കി എൻ്റെ ജീവനെ ഉപേക്ഷിച്ച് ഞാൻ യേശുവിൻ്റെ കൂടെയായി എന്നൊന്നും പറയാൻ ഇന്ന് ആളില്ല. ഉപ്പാണെങ്കിൽ, അതുകൊണ്ടാണ് അവിടെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്, തൻ്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കാത്തവൻ എൻ്റെ പിന്നാലെ എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ വില കണക്കാക്കണം. യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ ഉപ്പാകണം. എങ്ങനെ ഉപ്പാകണം? അതിനുള്ള വില കൊടുക്കണം. ഉപ്പാകാൻ വലിയ വിലയുണ്ട്. ഒരു ഗോപുരം പണിയുവാൻ ആരെങ്കിലും ഇച്ഛിച്ചു കഴിഞ്ഞാൽ തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പണിയാൻ. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം, കാണുന്നവനെല്ലാം ഈ മനുഷ്യൻ പണിയാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുമല്ലോ. ഇന്ന് അതൊക്കെയല്ലേ പ്രിയമുള്ളവരെ നടക്കുന്നത്? യേശുവിനെ അനുഗമിക്കാൻ അങ്ങ് എടുത്തു ചാടി അങ്ങ് വരികല്ലേ. ആർക്ക് വേണം ഈ യേശുവിനെ? ഈ യേശുവിനെ വേണ്ടവർ കൈപൊക്കിക്കാട്ടെ. ഈ യേശു നിന്റെ അടുത്തേക്ക് വന്നാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ഇതൊക്കെ പറയത്തുള്ളൂ. ഇവിടെ ശിഷ്യത്വത്തിന് വലിയ വിലയുണ്ട്. ആ വില കൊടുക്കാൻ മനസ്സുള്ളവൻ എന്നെ അനുഗമിച്ചാൽ മതി. അതുകൊണ്ട് ഒരുവൻ ശിഷ്യനാകുവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം, ഞാൻ ഇതിന് എന്ത് വില കൊടുക്കേണ്ടി വരും? അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണോ? ഉപ്പ് വില കൊടുക്കണം. അതാ അവിടെ നമ്മൾ കാണുന്നത്. താഴെയും ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടപുറപ്പെടുമ്പോൾ 10,000-വുമായി 20,000-വുമായി വരുന്നവനോട് താൻ 10,000-വുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുകയില്ലേ? നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എൻ്റേത് എനിക്ക്, ഞാൻ മോഡേൺ ട്രിനിറ്റി എന്ന് ചിലർ പറയുന്നതാണ്.
മീ ഞാൻ, ഐ, മീ ആൻഡ് മൈൻ. ഞാൻ, എൻ്റേത്, എനിക്ക്, എൻ്റേത്. ഐ, മീ ആൻഡ് മൈൻ. അതാ ഇന്നത്തെ മോഡേൺ ട്രിനിറ്റി. അതേ ഉള്ളു മനുഷ്യന്. കർത്താവ് പറയാണ്, എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ആയ് 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 എന്ന് പറയുന്നത് നിർത്തണം. എനിക്ക് എനിക്ക് എനിക്ക്, ഞാൻ 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 എന്ന് പറയുന്നത് നിർത്താൻ മനസ്സുള്ളവൻ, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ. സ്വയത്തെ ബലി കഴിക്കാതെ, സ്വയത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയാതെ, തൻ്റെ ക്രൂശെടുത്ത്, ക്രൂശ് എന്ന് പറയുന്നത് മരണത്തെയാണ് കാണിക്കുന്നത്. എൻ്റെ സെൽഫിൻ്റെ മരണം അവന് മാത്രമേ ശിഷ്യനാകുവാൻ കഴിയുള്ളൂ. എൻ്റെ സെൽഫ് വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ എനിക്ക് അവൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. എൻ്റെ സെൽഫ് പിന്നെയും നിലനിർത്തുന്നവൻ ശരിക്കും ശിഷ്യനല്ല, അവൻ കാരമില്ലാത്ത ഉപ്പാണ്. എനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ അവൻ കാരമില്ലാത്ത ഉപ്പാണ്. കാരമുള്ള ഉപ്പ് യേശുവിൻ്റെ ശക്തിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. ഉപ്പ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഒന്ന്, ഞാൻ ദൈവത്തിന് ജീവിക്കുന്നു. രണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. I live to God and I live for others. ഞാൻ ദൈവത്തിന് ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. അതാണ് കാരമുള്ള ഉപ്പിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു പോകാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ നേരമില്ല. അവിടെ പറയുന്ന ഉപ്പിൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ആ ഉപ്പ് ഒന്ന്, അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും 3 മുതലുള്ള വാക്യങ്ങളിൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് ഘോഷിച്ചുല്ലസിക്കും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ആകണമെങ്കിൽ ഒന്ന്, ഏറ്റവും ആദ്യം വരേണ്ടത് നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. ആത്മാവിലെ ദാരിദ്ര്യം. ഭൂമിയിലെ ദാരിദ്ര്യം, അങ്ങനെ ദരിദ്രരായ ഒത്തിരി പേര് ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിലൊക്കെ പണ്ട് ഒത്തിരി ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇന്ത്യയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഈ ദാരിദ്ര്യം ഭൗമിക ദാരിദ്ര്യമല്ല, ആത്മാവിലെ ദാരിദ്ര്യമാണ്. അതാണ് ഉപ്പിൻ്റെ ഒരു പ്രത്യേകത. തന്നിൽ തന്നെ ബോസ്റ്റ് ചെയ്യാതെ എപ്പോഴും ഞാൻ ഒന്നുമല്ല എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. നെഞ്ചത്തടിച്ച് ഞാൻ 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 എന്ന് പറയുന്നവൻ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കാത്തവനാണ്. അതുകൊണ്ട് എപ്പോഴും കർത്താവിനോട് പറയുക, കർത്താവേ, ഐ എം നോബഡി, ഞാൻ ഒന്നും ആയിട്ടില്ല, എന്നെ നീ നിറയ്ക്കണമേ, എന്നെ പണിയണമേ.
ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ മാത്രമേ പണിയപ്പെടുവാൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അഭിമാനികളായ ആത്മാവിൽ ഞാൻ മോശക്കാരനൊന്നുമല്ല, ഞാൻ ആത്മീയനാണെന്ന് ചിന്തിക്കുന്നവൻ പോലും, ഞാനൊരു ആത്മീയനാണ്, അവൻ തോമസ് ഊട്ടിയെ പോലല്ല ഞാൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അവനെ പണിയാൻ ദൈവത്തിന് കഴിയില്ല. അവൻ ഉപ്പല്ല. അതുകൊണ്ട് എപ്പോഴും ഇനിയും ഞാൻ പല കാതങ്ങൾ ചെല്ലാനുണ്ട് എന്ന് പറയുന്ന അവസ്ഥ. ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് വീഴാത്തത്. ഞാൻ ചിലപ്പം പറയാറുണ്ട്, സൈക്കിൾ പഠിക്കുമ്പോൾ അല്ല സാധാരണ വീഴുന്നത്, പഠിച്ചു കഴിയുമ്പോഴാണ്. പഠിച്ചല്ലോ എന്ന് വെച്ച് പിന്നെ ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഒന്നുമായിട്ടില്ല, കയറി കഴിഞ്ഞ സ്റ്റെപ്പ് നോക്കി അഹങ്കരിക്കുകയല്ല, എത്ര സ്റ്റെപ്പ് കയറാനുണ്ട് എന്ന് ഓർത്ത് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനം. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു കവിതയാണല്ലോ, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ആത്മാവിലെ ദാരിദ്ര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തുള്ള അനുരൂപനാകുന്നത് വരെയും ഞാൻ ഇനിയും. പൗലോസ് പോലും ആദ്യ സമയത്ത് പൗലോസ് പറയുന്നത്, ഞാൻ പിടിച്ചുവെന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു. പക്ഷെ അതെന്നാ, നമ്മളൊക്കെ ആ അവസ്ഥയിൽ എന്നാ വരുന്നത് അറിയില്ല. പക്ഷേ നമ്മുടെ മുമ്പിലൊരു ഓട്ടം വെച്ചിട്ടുണ്ട്, നമുക്ക് അനേക സ്റ്റെപ്പ് കയറാനുണ്ട്. കയറി കഴിഞ്ഞ സ്റ്റെപ്പ് നോക്കി അല്ല, കയറാനുള്ള സ്റ്റെപ്പ് നോക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ കയറി കഴിഞ്ഞ സ്റ്റെപ്പ് നോക്കി നിൽക്കുന്നവൻ പുറകോട്ടാണ് നോക്കുന്നത്. കയറാനുള്ള സ്റ്റെപ്പ് നോക്കുന്നവനാ മുകളിലോട്ട് നോക്കുന്നവൻ. അങ്ങനെ മുന്നോട്ട് നോക്കി പോകുന്ന ഒരു അവസ്ഥ. അതായത്, എന്നാൽ അതേസമയം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, എന്തുവാ, ഞാനൊന്നും ആയിട്ടില്ല ബ്രദറെ എന്ന് പറയുന്ന ഫോൾസ് ഹ്യൂമിലിറ്റി ഉണ്ടാകരുത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഫോൾസ് ഹ്യൂമിലിറ്റി. അതുണ്ടാകരുത്. നമ്മളായിട്ടില്ലെങ്കിൽ ആയിട്ടില്ല, അതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിട്ടില്ലെങ്കിൽ ആയിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയണം. എന്നാൽ അതേസമയം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താ, ഒരു കാരണവശാലും അഹങ്കരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. ഒരു ഫോൾസ് ഹ്യൂമിലിറ്റിയും നമുക്കുണ്ടാകാൻ പാടില്ല. മുന്നോട്ടുള്ള സ്റ്റെപ്പിൽ എപ്പോഴും പറയണം, കർത്താവേ, നിന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ ഇനിയും എനിക്ക് പല കാതങ്ങൾ മുന്നോട്ട് പോകണം. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവന് മാത്രമേ ശരിയായ നിലയിൽ ദൈവികത പ്രകാശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇതും ഈ പറഞ്ഞതുപോലെ മാനുഷികമായി പല പല കാര്യങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കുന്ന അവസ്ഥയുള്ളവരുണ്ട്. അത് ദുഃഖിക്കണം, ദുഃഖം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവിടെ ദുഃഖിക്കുന്നവർ, ദോസ് ഹു ആർ ബ്ലെസ്സഡ് ആർ ദേ ദാറ്റ് മോൺ, വിങ്ങിക്കരയുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാനുള്ള വഴികൾ നോക്കി ഇനിയും വിങ്ങിക്കരയുന്ന അങ്ങനെയുള്ളൊരവസ്ഥ. നമ്മുടെ കുറവുകൾ അറിഞ്ഞ് എപ്പോഴും ദൈവസന്നിധിയിൽ ആ കുറവുകൾ ചെന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഉപ്പാണെങ്കിൽ ബ്ലെസ്സഡ് ആർ ദോസ് ഹു ആർ മീക്ക്, സൗമ്യതയുള്ളവർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ആത്മാവിലെ ദാരിദ്ര്യം. രണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊന്നും ആയിട്ടില്ല എന്ന തിരിച്ചറിവിലുള്ള ദുഃഖം. മൂന്ന്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. വഴക്കുണ്ടാക്കുന്നവൻ ഉപ്പല്ല, അവൻ ഉപ്പാകുവാൻ കഴിയുകയില്ല. സൗമ്യതയോടുകൂടെ കാര്യങ്ങളെ കാണുന്ന, സഹോദരങ്ങളെ കാണുന്ന, ഭവനത്തെ കാണുന്ന,
നമുക്കെതിരെയുള്ള ആൾക്കാർ വരുമ്പോൾ അവരോടും സൗമ്യതയോടുകൂടെ ഇടപെടുന്ന, അതാണ് ഉപ്പിൻ്റെ ഒരു പ്രത്യേകത. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. റൈച്ചസ്നസ്, നീതി, നീതി. ആർക്കുള്ള നീതി? നമ്മളൊക്കെ നമ്മുടെ നീതിയെക്കുറിച്ച്, നമുക്ക് ലഭിക്കാനുള്ള നീതിയെക്കുറിച്ച് ഭയങ്കര ബോധ്യമുള്ളവരാ. അത് എനിക്ക് നീതി ലഭിച്ചില്ല, അത് നീതിയാണോ എന്നൊക്കെ ചോദിക്കും. ആ നീതി, അതെങ്കിൽ അതിനുവേണ്ടി നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന് പറയുന്നത് എനിക്ക് നീതി ലഭിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഭൂമിയിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക്, പാവങ്ങൾക്ക്, കഷ്ടം അനുഭവിക്കുന്നവർക്ക്, അവർക്ക് നീതി ലഭിക്കണം. എൻ്റെ വ്യക്തിപരമായ നീതിക്ക് വേണ്ടിയുള്ള മോഹമല്ല അവളെ. ഞാൻ സംതൃപ്തനാണ്. എന്നാൽ എൻ്റെ അയൽപക്കക്കാരൻ, കഷ്ടമനുഭവിക്കുന്നവൻ, പീഡിപ്പിക്കപ്പെടുന്നവൻ, അവന് നീതി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അതേ പ്രിയമുള്ളവരെ, നമുക്ക് കരുണയുള്ളവരായിരിക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. പലപ്പോഴും ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, വി ആർ നോട്ട് മേഴ്സിഫുൾ. മറ്റുള്ളവരോട് കരുണയില്ലാത്ത ഒരു സമൂഹമാണ്. കാര്യം എങ്ങനെയാണ്? അവനവൻ്റെ കാര്യം നോക്കിയല്ല ജീവിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പുറമെ എന്തെങ്കിലും കാണിക്കുന്നതല്ല, പറയുന്നതല്ല. നമ്മുടെ ശുദ്ധി നമ്മുടെ ഹൃദയത്തിലായിരിക്കണം. എൻ്റെ ഹാർട്ട്, എൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഉപ്പാകുവാൻ കഴിയുകയുള്ളൂ. വേറെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ഉപ്പാകുവാൻ കഴിയുകയില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാരാണ്. നമുക്ക് സമാധാനം കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവരാകണം നമ്മൾ. നമ്മുടെ ചുറ്റുപാടുകളിൽ സമാധാനം ഉണ്ടാക്കണം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, യോസഫിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട വ്യക്തിയാണ്. പലപ്പോഴും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട വ്യക്തിയാണ് യോസഫ്. ദൈവം കാണിച്ച ഒരു ദർശനം സഹോദരങ്ങളോട് പങ്കുവച്ചപ്പോൾ സഹോദരങ്ങൾ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. പോത്തിഫറിൻ്റെ ഭാര്യയുടെ മുമ്പിൽ ശക്തിയോടുകൂടെ നീതിക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ, ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുവാൻ പരിശ്രമിച്ചപ്പോൾ അവൻ ഉപദ്രവിക്കപ്പെട്ടു. ഓരോ പ്രാവശ്യവും നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉപദ്രവിക്കപ്പെടുന്നത് കോമൺ ആണ്. പക്ഷെ അങ്ങനെയുള്ളവരാണ് ഉപ്പാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് രസം വരുത്തും? കാരമില്ലാത്ത ഉപ്പാകുവാനല്ല, കാരമുള്ള ഉപ്പാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. കാരമുള്ള ഉപ്പാകുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവ് പറയുന്നു, എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ തന്നെ നിങ്ങൾ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. എന്നിട്ടാണ് പറയുന്നത്, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്തും. ഉപ്പിനെ വഴിയിലിട്ട് ചവിട്ടാനേ കൊള്ളൂ. യഥാർത്ഥ ശിഷ്യൻ മാത്രമാണ് ഉപ്പാകുന്നത്. ആ ഉപ്പ് മാത്രമാണ് യേശു കർത്താവിൻ്റെ ശിഷ്യനാകുവാനുള്ള
നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത്. നമ്മൾ ഒരു ശിഷ്യൻ്റെ ജീവിതം ജീവിക്കണം. ഉപ്പ് കാരമില്ലാതെ പോയാൽ കാരം നഷ്ടപ്പെട്ട ഉപ്പിനെ വഴിയിലിട്ട് ചവിട്ടും. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നെ മറ്റുള്ളവർ രുചിക്കണം. അത് ആവശ്യമായിരിക്കുന്നത്. എന്നെ മറ്റുള്ളവർ രുചിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. കാരമുള്ള ഉപ്പാകുവാൻ നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം. അല്ലാത്തവന് അവൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപ്പാകുവാൻ, എനിക്ക് തന്നെ ഉപ്പാകാനല്ല, മറ്റുള്ളവർക്ക് ഉപ്പാകുവാൻ, യേശുവിൻ്റെ രുചി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.